നമ്മൾ നമ്മുടെ കെമിസ്ട്രിയുടെ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണ്. ചാപ്റ്ററിന്റെ പേരാണ് സർഫസ് കെമിസ്ട്രി. അപ്പോൾ ഇതിൽ നമ്മൾ ഇക്വിലിബ്രിയത്തിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, കാറ്റലിസ്റ്റ്, അഡ്സോർപ്ഷൻ, അബ്സോർപ്ഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സർഫസ് കെമിസ്ട്രീനെ പറ്റിയിട്ടാണ്. എന്താ സർഫസ് കെമിസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസിൽ നടക്കുന്ന ഫിനോമിനൻസിനെ പറ്റിയിട്ട്, എന്ന് വെച്ചാൽ സർഫസിൽ സോൾഡ്, ലിക്വിഡ്, ഗ്യാസസ് ഒക്കെ ഇല്ലേ, അപ്പൊ അവരുടെ ഇന്റർഫേസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതിനകത്ത് നമുക്ക് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് രണ്ട് രീതി, ഇവിടെ നിങ്ങൾ ഓർത്തു, ഞാൻ ഇനി അങ്ങോട്ട് അഡ്സോപ്ഷൻ എന്ന് പറയത്തില്ല, എ ഡി എന്നായിരിക്കും പറയുന്നത്. നോക്കണേ, അഡ്സോപ്ഷനും ഉണ്ട്, നമുക്ക് അബ്സോർപ്ഷനും ഉണ്ട്. എന്താ, രണ്ടാളുകളുണ്ടല്ലോ, അബ്സോർപ്ഷനും ഉണ്ട്, അഡ്സോർപ്ഷനും ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. നമുക്ക് രണ്ടുപേരെയും പറ്റി എന്തുണ്ട് ഇവിടെ പഠിക്കാനുണ്ട്. ഇവിടെ എ ഡി ആണ്, ഇവിടെ എ ബി ആണ്, ഓർത്ത് വെച്ചേക്കണം. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് അഡ്സോർപ്ഷൻ അല്ലെ എ ഡിയിൽ നമ്മൾ പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ അഡ്സോർപ്ഷൻ എന്ന് വെച്ചാൽ ഒരു സർഫസ് ഫിനോമിനയാണ്. നമ്മുടെ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നടക്കുന്ന ഒരു ഫിനോമിനയാണ്, സർഫസിൽ നടക്കുന്ന ഒരു ഫിനോമിനാണ് എന്ത്, അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഒരു സർഫസിൽ എന്താ, നമ്മുടെ ഒരു സർഫസ് എടുത്തു. ആ സർഫസിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസോ എന്തെങ്കിലും അല്ലെ എക്സ് എന്ന് പറയുന്ന ഒരു എന്താ ഒരു സബ്സ്റ്റൻസ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, വൈ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. എന്നിട്ട് ഈ എക്സിനെ ആര് അബ്സോർബ് ചെയ്തു, സർഫസിൽ ഇരിക്കുന്ന സാധനം, ഈ എക്സിനെ നമ്മുടെ വൈ എന്ത് ചെയ്തു, അബ്സോർബ് ചെയ്തു. നമ്മുടെ ഒരു സർഫസിൽ എക്സ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അതിനെ ആര് അബ്സോർബ് ചെയ്തു, വൈ എന്ത് ചെയ്തു, അബ്സോർബ് ചെയ്തു. ദ മോളിക്കുലർ സ്പീഷ്യസ് ഓർ സബ്സ്റ്റൻസ് വിച്ച് കോൺസെൻട്രേറ്റ് ഓർ അക്യുമുലേറ്റ് ദ സർഫസ് ദി ടേംഡ് ആസ് അബ്സോർബേറ്റ്. തിരിഞ്ഞു പോകരുത്. എന്നാൽ അഡ്സോർബെന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ മെറ്റീരിയൽ ഓൺ ദ സർഫസ് വിച്ച് അഡ്സോർഷൻ ടേക്സ് പ്ലേസ് ഈസ് കാൾഡ് അഡ്സോർബെന്റ്. അപ്പൊ അഡ്സോർബേറ്റും അബ്സോർബെന്റും നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ക്രൊമറ്റോഗ്രാഫിയിൽ, കോളം ക്രൊമറ്റോഗ്രാഫിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആരെയാണോ അബ്സോർബ് ചെയ്യുന്നത്, ആരാണോ അബ്സോർബ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അഡ്സോർബേറ്റും അഡ്സോർബെന്റും പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മളിവിടെ പറയുന്നത് സർഫസ് ഫിനോമിനൽ നടക്കുന്ന അഡ്സോർപ്ഷനെ പറ്റിയാണ്. ചെറിയൊരു ചാപ്റ്റർ, പെട്ടെന്ന് തന്നെ തീരും കേട്ടോ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പൊ നോക്കിക്കേ, അപ്പൊ എന്താണ് അഡ്സോർബേറ്റ്, എന്താണ് അഡ്സോർബെന്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഡീസോർപ്ഷൻ എന്ന് നമ്മൾ പറയാണ്. ഡീസോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് റിമൂവിങ് അഡ്സോർബെന്റ് സബ്സ്റ്റൻസ് ഫ്രം ദി സർഫസ് ഈസ് കാൾഡ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു അഡ്സോർബ് ചെയ്തൊരു സാധനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഡീസോർപ്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച ടേംസുകളെല്ലാം ഓർത്ത് വെക്കണം. അഡ്സോർപ്ഷൻ, അഡ്സോർബെന്റ്, അഡ്സോർബേറ്റ്, ഡീസോർപ്ഷൻ. ഡീസോർപ്ഷൻ എന്ന് വെച്ചാൽ റിമൂവിങ് ഓഫ് അബ്സോർബ്ഡ് സബ്സ്റ്റൻസ് ഫ്രം ദി സർഫസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തിനാണ് അബ്സോർബ് ചെയ്യുന്നത്, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഇനി അടുത്തൊരു ടേം ആണ് സോർപ്ഷൻ. സോർപ്ഷൻ എന്ന് വെച്ചാൽ അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും എന്ത് ചെയ്യുന്നു, ഇപ്പൊ എ ഡിയും എ ബിയും എന്ത് ചെയ്യുന്നു, സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നു. എ ഡി എന്ന് പറഞ്ഞാൽ അഡ്സോർപ്ഷനും എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ബി എന്ന് ഞാൻ നമുക്ക് പറയാൻ വേണ്ടിട്ട് പറയുന്നതാണേ, എന്ന് വെച്ചാൽ തിരിഞ്ഞു പോവാതിരിക്കാനും. അപ്പൊ അഡ്സോർഷനും അബ്സോർഷനും എന്ത് ചെയ്യുന്നു, സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സോർപ്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് എന്തിനെ പറ്റിയിട്ടാ, സർഫസ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. അപ്പൊ ആ പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ സർഫസ് നടക്കുന്ന കുറച്ച് പ്രോസസ്സിനെ, കെമിക്കൽ പ്രോസസ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അഡ്സോർപ്ഷൻ എന്ന് വെച്ചാൽ സർഫസ് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അഡ്സോർബെന്റും അഡ്സോർബേറ്റും ഉണ്ട്. ആരെയാണോ നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്, ആരാണോ അബ്സോർബ് ചെയ്യുന്നത്, ഇതിന്റെ ബേസിൽ നമ്മൾ അബ്സോർബേറ്റ് എന്നും അഡ്സോർബെന്റ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഡീസോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവിങ് ഓഫ് അഡ്സോർബ്ഡ് സബ്സ്റ്റൻസ്. നമ്മൾ അഡ്സോർബ് ചെയ്ത സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്തതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീസോർപ്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും എന്ത് ചെയ്യുന്നു, സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുവാണെങ്കിൽ, അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും എന്ത് ചെയ്യുന്നു, സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോർപ്ഷൻ. ഇനി നമുക്ക് പലതരത്തിലുള്ള അഡ്സോർപ്ഷൻസ് ഉണ്ട്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ നമ്മൾ ഫിസിസ് ഓപ്ഷൻ എന്നും, കെമിക്കൽ അഡ്സോർപ്ഷൻ നമ്മൾ കെമീസ് ഓപ്ഷൻ എന്നും അറിയുന്നത്. അപ്പൊ ഫിസിക്കൽ അഡ്സോർപ്ഷനും ഉണ്ട്, കെമിക്കൽ അഡ്സോർപ്ഷനും ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ അഡ്സോർഷന്റെ ഒരു പിക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എങ്ങനെയാണ് ഒരു സൊല്യൂഷനകത്ത് അഡ്സോർഷൻ നടക്കുന്നത്, അതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, അഡ്സോർപ്ഷനും നമ്മുടെ
കെമിക്കൽ അഡ്സോർപ്ഷനും ഉണ്ടെന്നും പറഞ്ഞു ഞാൻ, ഫിസിക്കൽ അഡ്സോർപ്ഷനും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവരുടെ ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യം നമ്മൾ പറയാണ്. അപ്പൊ കെമിക്കൽ അഡ്സോർപ്ഷനും ഉണ്ട്, ഫിസിക്കൽ അഡ്സോർപ്ഷനും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ ആണല്ലോ മക്കളെ? അഡ്സോർപ്ഷനും അല്ല, കെമിക്കൽ അഡ്സോർപ്ഷനും ഫിസിക്കൽ അഡ്സോർപ്ഷനും ആണേ. കെമിക്കൽ അഡ്സോർപ്ഷനും എന്താ ആൻഡ് ഫിസിക്കൽ അഡ്സോർപ്ഷനും ആണ്. ഫിസിക്കൽ ഇവിടുന്ന് അതിന്റെ നമ്മളുടെ ആ ഒരു ഹെഡിങ് ഒന്ന് തിരിഞ്ഞു പോയതാണ് മക്കളെ. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന ആരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ അഡ്സോർപ്ഷനെയും ഫിസിക്കൽ അഡ്സോർപ്ഷനെയും പറ്റിയിട്ട് അവരുടെ ഡിഫറൻസ് പറയുകയാണ് നമ്മൾ. കെമിക്കൽ അഡ്സോർപ്ഷന്റെയും ഫിസിക്കൽ അഡ്സോർപ്ഷന്റെയും എന്താ ഡിഫറൻസ്? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അഡ്സോർപ്ഷൻ. ഓക്കെ ഓക്കെ എടാ, ഈ ഫിസിക്കൽ അഡ്സോർപ്ഷൻ നടക്കുന്നത് നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 20 മുതൽ എന്താ ഹീറ്റിന്റെ റേഞ്ച് ആണേ, 20 മുതൽ 40 കിലോ ജൂൾ പെർ റേഞ്ചിലായിരിക്കും. അപ്പം കെമിക്കൽ അഡ്സോർപ്ഷൻ നടക്കുന്ന റേഞ്ച് 50 മുതൽ 400 വരെയാണ്. വാണ്ടർവാൾ ഫോഴ്സ് ആണ് ഇവിടുത്തെ അട്രാക്ഷൻ. മറ്റൊരുത്തെ എന്താണെന്ന് ചോദിച്ചാൽ കെമിക്കൽ ബോണ്ട് ഓഫ് ഫോഴ്സ് ആണ്. ഇത് റിവേഴ്സിബിൾ ആണ്, ഇത് ഇറിവേഴ്സിബിൾ ആണ്. ഇറിവേഴ്സിബിൾ എന്താന്ന് നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ്സ് ഫ്രീക്വന്റ്ലി ഒക്കേഴ്സ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് റെഡ്യൂസ് ദ ടെമ്പറേച്ചർ റൈസസ്. അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ ഇത് എന്ത് സംഭവിക്കുന്നു? ഇത് റെഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് ടേക്സ് പ്ലേസ് ആൻഡ് പ്രിഫറബിളി ഇൻ ഹോട്ട് എൻവയോൺമെന്റ്. ഒരു ഹോട്ട് എൻവയോൺമെന്റിലാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ കെമിസോർപ്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തുണ്ട് വേണ്ട? ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ദ യൂസ് ഓഫ് ആൻ എനി ആപ്ലിക്കബിൾ എമൗണ്ട് ഓഫ് ആക്ടിവേഷൻ എനർജി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഇസ് റിക്വയർഡ് എ ലാർജ് എമൗണ്ട് ഓഫ് ആക്ടിവേഷൻ എനർജി. എവിടെ ആക്ടിവേഷൻ എനർജി വേണമെന്ന് പറഞ്ഞു? അപ്പൊ ആക്ടിവേഷൻ എനർജി എന്തോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ദ മിനിമം എനർജി, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ ആവശ്യമായ മിനിമം എനർജി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആക്ടിവേഷൻ എനർജി. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് ഹയർ പ്രഷർ ഓഫ് അഡ്വാൻറ്റേജസ് ഡീസോപ്ഷൻ ഒക്കേഴ്സ് വെൻ പ്രഷർ ഡ്രോപ്സ്. ഹയർ പ്രഷർ ഈസ് അഡ്വാൻറ്റേജസ് ഡീസോപ്ഷൻ നോട്ട് കോസ്ഡ് ബൈ ദി ഡിക്രീസിങ് പ്രഷർ. ഓക്കെ ആണല്ലോ? അപ്പൊ സ്പെസിഫിസിറ്റി ഉണ്ട്. എന്തിന്? ലാക്ക് ഓഫ് സ്പെസിഫിസിറ്റി ആണ് എന്തിന്? ഫിസിക്സ് ഓപ്ഷന്. ക്വൈറ്റ് പർട്ടിക്കുലർ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കെമീസ് ഓപ്ഷന്. അപ്പൊ ഫിസിക്കൽ അബ്സോർപ്ഷനും കെമിക്കൽ അബ്സോർപ്ഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. ഇനി അടുത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. അഡ്സോർപ്ഷൻ ഈസ് ഹൈലി സ്പെസിഫിക് ആൻഡ് സെലക്ടീവ് നേച്ചർ ആണ്. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി എന്താ? സ്പെസിഫിക് ആണ്, അതേപോലെ സെലക്ടീവ് നേച്ചർ ആണ്. അതേപോലെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. സ്പോണ്ടേനിയസ് പ്രോസസ് എന്താണെന്ന് നമ്മൾ എന്തിൽ പറഞ്ഞു? സ്പോണ്ടേനിയസ് പ്രോസസ് എന്താണ്? നമ്മൾ ഡെൽറ്റ ജി പറഞ്ഞപ്പോൾ ഇക്വിലിബ്രിയം ഇന്ന് രാവിലെ നടന്ന ക്ലാസ്സിൽ സ്പോണ്ടേനിയസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് ഡെൽറ്റ എസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ മക്കളെ? ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്, ചേഞ്ച് ഇൻ ഹീറ്റ് ആണ്. സോറി, എച്ച് ആണ് ഹീറ്റ്. ഡെൽറ്റ എച്ച് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഹീറ്റ്. ചേഞ്ച് ഇൻ ഹീറ്റ് ചേഞ്ച് ഇൻ ഹീറ്റ്. അതേപോലെ ഡെൽറ്റ എസ് എന്താ വെച്ചാൽ ചേഞ്ചിങ് എൻട്രോപ്പി ആണ്. ചേഞ്ച് ഇൻ എൻട്രോപ്പി ആണ്. ചേഞ്ച് ഇൻ എൻട്രോപ്പി. ഓക്കെ ആണല്ലോ? എൻട്രോപ്പി ആണ്. പിന്നെ അതേപോലെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അഡ്സോർപ്ഷൻ എക്സാമ്പിൾസ് ആണ് എന്താണ് ഇവിടെ കൊടുത്തേക്കുന്നത്? ഇനട്ട് ഗ്യാസസ് SO2Cl2O2NH3 ഗെറ്റ് അഡ്സോർബ്ഡ് ഓൺ ചാർക്കോൾ ആൻഡ് സിലിക്ക ജെല്ല്. ഇനി ഫാക്ടർ അഫക്റ്റിംഗ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നടക്കുന്ന പ്രോസസ് ആണെന്ന് നമ്മൾ പറഞ്ഞു? അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസിൽ നടക്കുന്ന പ്രോസസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ. നോക്കിക്കേ, അഡ്സോർപ്ഷനും AD ഞാൻ എഴുതുവാണേ, അഡ്സോർപ്ഷനും ടെമ്പറേച്ചറും. അപ്പൊ നോക്കിക്കേ, അഡ്സോർപ്ഷൻ കൂടുമ്പോൾ അല്ല ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തുണ്ടാകും? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ അഡ്സോർപ്ഷൻ എന്ത് ചെയ്യും? കുറയും. സർഫസിലുള്ള ഫിനോമിനൻ അല്ലേ? അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്ത് ചെയ്യും? അഡ്സോർപ്ഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അഡ്സോർപ്ഷൻ എന്ത് ചെയ്യുന്നു മക്കളെ? കൂടുന്നു. ഓക്കെ ആണല്ലോ? ഈ റിലേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ.
ഇനി അടുത്ത എഫക്ട് ഓഫ് പ്രഷർ ആണ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അഡ്സോർഷൻ കൂടുമ്പോൾ എന്ത് കൂടുന്നു? അഡ്സോർഷൻ കൂടുമ്പോൾ നമ്മുടെ എന്താ കൂടുന്നേ? നമ്മുടെ പ്രഷർ കൂടുന്നു അല്ലെ. പ്രഷർ കൂടുമ്പോൾ അഡ്സോർഷൻ കൂടുന്നു. പ്രഷർ കുറയുമ്പോൾ എന്ത് കുറയുന്നു? അഡ്സോർഷൻ കുറയുന്നു. ആ റിലേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പൊ അഡ്സോർഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് എഫക്ട് ഓഫ് പ്രഷർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന എന്തിനെ പറ്റിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിവിടെ പറയുന്നത് കെമിക്കൽ പ്രോസസ് ആയിട്ടുള്ള സർഫസ് നടക്കുന്ന കെമിക്കൽ പ്രോസസ്സിനെ പറ്റിയാണ്. അപ്പൊ അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അഡ്സോർപ്ഷൻ. നമ്മൾ സൊല്യൂഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ അഡ്സോർപ്ഷൻ എന്താണ്, അഡ്സോർബന്റ്, അഡ്സോർബേറ്റ്, ക്രൊമറ്റോഗ്രാഫി പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 3 ടേംസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പുതുതായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് ഡീസോർപ്ഷൻ. ഡീസോർപ്ഷൻ എന്ന് വെച്ചാൽ റിമൂവിങ് അഡ്സോർബ് സബ്സ്റ്റൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക? അബ്സോർബ് ചെയ്ത സാധനത്തെ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. അഡ്സോർപ്ഷൻ എന്ന് വെച്ചാൽ അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും എന്ത് ചെയ്യുന്നു? സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നു. ഓക്കെ ആണല്ലോ. പിന്നെ ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷനെ പറയുകയാണെങ്കിൽ ഫിസിക്കൽ അഡ്സോർപ്ഷനും ഉണ്ട്, കെമിക്കൽ അഡ്സോർപ്ഷനും ഉണ്ട്. ഓക്കെ ആണല്ലോ. ഫിസിക്കൽ ഇതൊരു പിക്കായിരുന്നു. ഇതെന്ന് വെച്ചാൽ അഡ്സോർഷന്റെ ഒരു പിക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് എന്താ? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അഡ്സോർഷനെ പറ്റിയിട്ട് പറയാണ്. ഫിസിക്കൽ അഡ്സോർഷന്റെ ഹീറ്റ് റേഞ്ചും കെമിക്കൽ അഡ്സോർഷന്റെ ഹീറ്റ് റേഞ്ചും. എന്ത് ഫോഴ്സസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? ഒരിടത്ത് വാൻഡർവാൾ ഫോഴ്സസ് ആണെങ്കിൽ ഇപ്പുറത്ത് എന്താണ്? കെമിക്കൽ ബോണ്ട് ഫോഴ്സസ് ആണ്. റിവേഴ്സിബിൾ ആണ്, ഇറിവേഴ്സിബിൾ ആണ്, ഹോട്ട് എൻവയോൺമെന്റ് ആണ്, മറ്റൊരു ഫ്രീക്വൻലി ഒക്കറിങ് ലോ ടെമ്പറേച്ചർ ആണ്. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. അഡ്സോർപ്ഷന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്സോർപ്ഷൻ ഹൈലി സ്പെസിഫിക് ആൻഡ് സെലക്റ്റീവ് ആണ്. ഹൈലി സ്പെസിഫിക് ആൻഡ് സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. സെലക്റ്റീവ് ആയിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? അബ്സോർവ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് എ സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ഇല്ല എന്നാണ് അർത്ഥം. ഡെൽറ്റ എച്ച് എന്താ? നെഗറ്റീവ് ആണ്. അഡ്സോർഷൻ എന്ന് വെച്ചാൽ ഫാസ്റ്റ് ആൻഡ് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഫാസ്റ്റ് ആൻഡ് എക്സോതെർമിക് റിയാക്ഷൻ. ഹീറ്റ് എന്ത് ചെയ്യുന്നു മക്കളെ? ഹീറ്റ് പുറത്തോട്ട് വിടുന്നു. ഹീറ്റ് റിലീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇവിടെ ഹീറ്റ് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഫാക്ടർ അഫക്ട് ചെയ്യുന്നത് എന്തിനൊക്കെയാണെന്ന് ചോദിച്ചാൽ ടെമ്പറേച്ചറിനെ, പ്രഷറിനെയാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ അഡ്സോർഷൻ കുറയുന്നു, ടെമ്പറേച്ചർ കുറയുമ്പോൾ അഡ്സോർഷൻ കൂടുന്നു. അതേപോലെ അടുത്താണ് പ്രഷർ കൂടുമ്പോൾ അഡ്സോർഷൻ കൂടുന്നു, പ്രഷർ കുറയുമ്പോൾ അഡ്സോർഷൻ കുറയുന്നു. AD എന്ന് എഴുതിയിരിക്കുന്ന അഡ്സോർപ്ഷനെയാണ്. ഓക്കെ ആണല്ലോ. ഇനി നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് അഡ്സോർബന്റ്. സർഫസ് ഏരിയ ഓഫ് അഡ്സോർബന്റ്. ലാർജ് സർഫസ് ഏരിയ. അതായത് ഇത് മൂന്നാമത്തെയാണ് മക്കളെ. ഫാക്ടർ മൂന്നാമത്തെയാണ്. നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് അഡ്സോർബന്റ്. നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് അഡ്സോർബന്റ്. അത് കഴിഞ്ഞ് നാലാമത്തെയാണ് സർഫസ് ഏരിയ. അത് കഴിഞ്ഞ് നാലാമത്തെയാണ് സർഫസ് ഏരിയ. കേട്ടോ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് ഫാക്ടർ അഫക്റ്റിംഗ് അഡ്സോർപ്ഷൻ ആണ്. ഫാക്ടർ അഫക്റ്റിംഗ് അഡ്സോർപ്ഷൻ ആണ് ടെമ്പറേച്ചർ, പ്രഷർ, നേച്ചർ ഓഫ് ഗ്യാസ്, സർഫസ് ഏരിയ ആണ്. കേട്ടോ. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്ന അഡ്സോർഷൻ ഐസോതേം എന്താന്നാ പറയാൻ പോകുന്നത്. അഡ്സോർഷൻ ഐസോതേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്ലോട്ട് ബിറ്റ്വീൻ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ വേഴ്സസ് പ്രഷർ ആണ്. അഡ്സോർപ്ഷൻ നമ്മൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്സോർപ്ഷൻ നമ്മൾ സൂചിപ്പിക്കുന്നത് x/m എന്നാണ്. x/m-ഉം നമ്മുടെ പ്രഷറുമായിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ x/m വേഴ്സസ് ഗ്രാഫ് എന്താ? പ്രഷർ വേഴ്സസ് ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഐസോതേം ഗ്രാഫ് ആണ്. ആ ഗ്രാഫ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോതേം ഗ്രാഫ്. എക്സ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് അബ്സോർഡ്, എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് അബ്സോർഡ്. ഈ ഗ്രാഫിന്റെ എന്ത് കർവ് നിങ്ങൾ നോക്കി വെച്ചേക്കണം. ഓക്കെ. അപ്പൊ അഡ്സോർഷൻ ഐസോതേമിന്റെ ഗ്രാഫ് ഏതാ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കും, എക്സാമിന് ചോദിക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ട്ലിച്ച് അബ്സോർഷൻ ഐസോതേമിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നോക്കിക്കേ, ഈ ഇക്വേഷൻ ഒന്ന് നോക്കി വെക്കണം. x/m ഈസ് ഈക്വൽ ടു k ഇൻറ്റു പി ആണ്. പി എന്ന് പറഞ്ഞാൽ പ്രഷർ, കെയും എൻ എന്താ? കോൺസ്റ്റന്റ് ആണ്. x/m എന്ന് പറഞ്ഞാൽ അഡ്സോർഷൻ, എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർഷൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ അഡ്സോർഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. എത്ര തരത്തിൽ അഡ്സോർപ്ഷൻസ് ഉണ്ട്? അഡ്സോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർഫസ് ഫിനോമിനയാണ്. അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ, എഫക്ട് ഓഫ് പ്രഷർ, മൂന്നാമത്തെയാണ് നേച്ചർ ഓഫ് അബ്സോർബന്റ്, സർഫസ് ഏരിയ ഓഫ് അബ്സോർബന്റ്. ഇനി അഡ്സോർഷൻ ഐസോതേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? ഒരു ഗ്രാഫ് ആണ്. ആരുമായിട്ട് റിലേഷൻ ഉള്ള x/m വേഴ്സസ് ഗ്രാഫ് ആണ്. x/m വേഴ്സസ് എന്താ? പ്രഷർ ഗ്രാഫ് ആണ്. എന്ത് ഇത്? ഇതിന്റെ കർവ് നിങ്ങൾ നോക്കി നോക്കണം. ഈ ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോതേം ഗ്രാഫ് എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്.
ഓക്കെ ആണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ അഡ്സോർപ്ഷൻ ഐസോതേർമിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം. ഈ ഇക്വേഷൻ അതിലുള്ള ഓരോ ടേം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇനി അടുത്താണ് അഡ്സോർപ്ഷൻ ഐസോ ബാർ ആണ്. അഡ്സോർപ്ഷൻ ഐസോ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x/m ആൻഡ് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് കാൾഡ് ഐസോ ബാർ. x/m എന്ന് പറഞ്ഞാൽ ആരാടാ മക്കളെ? അഡ്സോർപ്ഷൻ ആണ്. അഡ്സോർപ്ഷൻ ആണല്ലേ. അഡ്സോർപ്ഷനും ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് കാൾഡ് ഐസോബാസ്. ഇനി യൂസസ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. അഡ്സോർപ്ഷന്റെ യൂസിനെ പറ്റി ഞാൻ പറയുവാണേ. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലിക്ക ജെൽ ആൻഡ് അലൂമിനിയം ജെൽ ആർ യൂസ്ഡ് ടു റിമൂവിങ് ആൻഡ് കൺട്രോളിങ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി റിമൂവ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു? സിലിക്ക ജെല്ലിനെയും അലൂമിനിയത്തിനും ഉപയോഗിക്കുന്നു. ചാർക്കോൾ ഈസ് യൂസ്ഡ് ഫോർ ഡീകളറൈസേഷൻ ഓഫ് സൊല്യൂഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കളേർഡ് സൊല്യൂഷനെ ഡീകളറഡ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ചാർക്കോൾ ഉപയോഗിക്കുന്നു. ആനിമൽ ചാർക്കോൾ ഈസ് റിമൂവ് ദ കളേർഡ് സൊല്യൂഷൻ ബൈ അബ്സോർബിങ് കളേർഡ് ഇമ്പ്യൂരിറ്റീസ്. ആനിമൽ ചാർക്കോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഒരു കളേർഡ് ആയിട്ടുള്ള സൊല്യൂഷനകത്തുനിന്ന് കളേർഡ് ഇമ്പ്യൂരിറ്റീസിനെ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അബ്സോർബ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പ്രിപ്പറേഷൻ ഓഫ് ഗ്യാസ് മാസ്കുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നു? അഡ്സോർപ്ഷൻ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. കോക്കനട്ട് ചാർക്കോൾ ഈസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് മിക്സ്ചർ ഓഫ് ഇനർട്ട് ഗ്യാസസ്. ഇനർട്ട് ഗ്യാസ് മിക്സ്ചറിൽ നിന്നും ഇനർട്ട് ഗ്യാസിനെ എന്ത് ചെയ്യാൻ, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കോക്കനട്ട് ചാർക്കോൾ ഉപയോഗിക്കുന്നു. പിന്നെ സിയോലൈറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വാട്ടറിനെ സോഫ്റ്റൺ ആക്കാൻ. നമ്മൾ ഹാർഡ് വാട്ടർ സോഫ്റ്റ് വാട്ടർ പറഞ്ഞ സമയത്ത് നമ്മൾ എന്തിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? സിയോലൈറ്റിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി ടെക്നിക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്യൂരിഫിക്കേഷൻ സെപ്പറേഷന് വേണ്ടി പിഗ്മെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. മെനി ഡ്രഗ്സ് ആർ യൂസ്ഡ് ടു കിൽ ജെംസ് ബൈ ഗെറ്റിംഗ് അഡ്സോർബ്ഡ് ഓൺ ദം. അപ്പൊ നമ്മൾ ചില ചില ഡ്രഗ്സുകൾ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു? അഡ്സോർപ്ഷനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ചില ജേംസിനെയൊക്കെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ കില്ല് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവർ അബ്സോർബ് ചെയ്ത് എന്ത് ചെയ്യും? കില്ല് ചെയ്ത് മാറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആരും ഉപയോഗിക്കുന്നുണ്ട്? അഡ്സോർപ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു സർഫസ് ഫിനോമിനനെ പറ്റിയിട്ടാണ്. അതിനകത്ത് പറയുന്ന കുറച്ച് ടേംസുകൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഡ്സോർപ്ഷൻ എന്താണ്, അഡ്സോർബേറ്റ് എന്താണ്, അഡ്സോർബെന്റ് എന്താണ്, ഡീസോപ്ഷൻ എന്താണ്? ഡീസോപ്ഷൻ എന്ന് വെച്ചാൽ റിമൂവിങ് എന്നാണ്. സോപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്സോർപ്ഷനും എന്ത് ചെയ്യുന്നു? സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നു. പിന്നെ ടൈപ്പ് ഓഫ് അഡ്സോർപ്ഷൻ ഉണ്ട്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആൻഡ് കെമിക്കൽ അഡ്സോർപ്ഷൻ. അവിടുത്തെ പിക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്താ ഇത്? അബ്സോർപ്ഷന്റെ അല്ല. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിന്റെ ഒരു ടെമ്പറേച്ചർ റേഞ്ച്, അവിടെ ഉപയോഗിക്കുന്ന ബോണ്ട് ഏതാണ്, അത് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ, അവിടുത്തെ പ്രഷറിന്റെ എഫക്ട് എങ്ങനെയാണ്, അവിടുത്തെ ആക്ടിവേഷൻ എനർജി എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. ഇനി ഫീച്ചേഴ്സ് അഫക്റ്റിംഗ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്സോർപ്ഷൻ ഇസ് ഹൈലി സ്പെസിഫിക് ആൻഡ് സെലക്ടീവ് നേച്ചർ ആണ്. ഇറ്റ് സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. അഡ്സോർപ്ഷൻ ഈസ് ഫാസ്റ്റ് ആൻഡ് എക്സോതെർമിക് ആണ്. ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ, എഫക്ട് ഓഫ് പ്രഷർ, സർഫസ് ഏരിയ ഓഫ് അഡ്സോർബന്റ്, അതേപോലെ എന്താ നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് അഡ്സോർബന്റ്. ലാർജർ സർഫസ് ഏരിയ ആൻഡ് ഫാസ്റ്റർ വിൽ ബി ദ അഡ്സോർപ്ഷൻ. അപ്പൊ സർഫസ് ഏരിയ എന്ത് ചെയ്യുന്നു? സർഫസ് ഏരിയ കൂടിയാൽ എന്ത് സംഭവിക്കും? അഡ്സോർപ്ഷനും എന്ത് ചെയ്യും മക്കളെ? അഡ്സോർപ്ഷനും കൂടുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ. പിന്നെ അഡ്സോർപ്ഷൻ ഐസോതേർം എന്ന് പറഞ്ഞാൽ അഡ്സോർപ്ഷൻ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷനും പ്രഷറും വെച്ച് വരയ്ക്കുന്ന ഗ്രാഫാണത്. അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കും. ആ ഗ്രാഫിന്റെ കർവിന്റെ പൊസിഷൻ എങ്ങനെ, കർവ് എങ്ങനെയാണെന്നൊക്കെ ഒരു പോസിറ്റീവ് ഡീവിയേഷൻ ആണ് ആ കർവ് കാണിക്കുന്നത്. ഇനി ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതേർമിന്റെ ഇക്വേഷൻ ആണ് x/m ഈസ് ഈക്വൽ ടു kp റേസ് ടു 1/n ഇല്ലെങ്കിലും x/m ഈസ് ഈക്വൽ ടു kp എന്ന് കൊടുത്താലും എന്ത് തന്നെ ശരിയാണ്. അപ്പൊ x/m എന്ന് വെച്ചാൽ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ, പി പ്രഷർ, കെയും എന്നോ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് കോൺസ്റ്റന്റ് ആണ്. ഇനി അഡ്സോർപ്ഷൻ ഐസോ ബാറിൽ ആരാണ് കോൺസ്റ്റന്റ്? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. x/m ടെമ്പറേച്ചറും. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോബാസ്. ഇനി യൂസ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്ക ജെല്ല്, അലൂമിന ജെല്ല് എന്ത് ചെയ്യുന്നു? നമ്മുടെ
ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനും ചാർക്കോൾ എന്ത് ചെയ്യുന്നു, ഡീകളറൈസ് ചെയ്യാൻ, ഒരു സൊല്യൂഷനെ ഡീകളറൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കളേർഡ് കോമ്പൗണ്ടിനെ ചാർക്കോൾ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്തെടുക്കുന്നു. ഇനി അടുത്ത ആനിമൽ ചാർക്കോൾ റിമൂവ് ടു കളേർഡ് സൊല്യൂഷൻ ബൈ അബ്സോർബിങ് കളേർഡ് ഇമ്പ്യൂരിറ്റീസ്. ഇനി പ്രിപ്പറേഷൻ ഓഫ് ഗ്യാസ് മാസ്ക്, അതേപോലെ തന്നെ കോക്കനട്ട് ചാർക്കോൾ, സിയോലൈറ്റ് സിയോലൈറ്റ് ഒക്കെ എന്താ ഒരു അഡ്സോർഷൻ ടെക്നിക് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ് ആൻഡ് വാട്ടർ അഡ്സോർഷൻ ക്രൊമറ്റോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നു. മെനി ഡ്രഗ്സ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, ജേംസിനെയൊക്കെ കൊല്ലുന്നതിന് വേണ്ടി എന്ത് ചെയ്ത് അബ്സോർബ് ചെയ്തിട്ടായിരിക്കും അവരെ എന്ത് ചെയ്യുന്നത്, കില്ല് ചെയ്യുന്നത്. അടുത്ത നമ്മൾ ഇന്ന് പഠിച്ചു, ഇന്ന് രാവിലത്തെ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും. ഇന്നത്തെ രാവിലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സബ്സ്റ്റൻസ് ആണ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് ഇറ്റ് സെൽഫ് അണ്ടർഗോയിങ് എനി പെർമനന്റ് കെമിക്കൽ ചേഞ്ച്. ഒരു പെർമനന്റൽ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകാതെ ഒരു റിയാക്ഷന്റെ റേറ്റിനെ കൂട്ടുന്ന അല്ലെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സബ്സ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കാറ്റലിസ്റ്റ്. അപ്പൊ കാറ്റലിസ്റ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറ്റലിസ്റ്റ് ഒരു സബ്സ്റ്റൻസ് ആണ്. അതെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു ഒരു പെർമനന്റ് കെമിക്കൽ ചേഞ്ച് ഇല്ലാതെ. ഓക്കെ ആണല്ലോ. ഇനി കാറ്റലിസ്റ്റുകൾ രണ്ട് തരത്തിലുണ്ട്, ഹോമോജീനിയസ് കാറ്റലിസ്റ്റും ഉണ്ട്, ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റും ഉണ്ട്. ഓക്കെ ആണല്ലോ. ഹോമോജീനിയസും ഉണ്ട്, ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റും ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ഉണ്ട്, ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം ഉണ്ട്. അതേപോലെ ഇവിടെ നോക്കിക്കേ, റിയാക്ടന്റ്, കാറ്റലിസ്റ്റ്, അതേപോലെ തന്നെ പ്രോഡക്റ്റ്. ആരൊക്കെയാ, റിയാക്ടന്റ്, കാറ്റലിസ്റ്റ്, പ്രോഡക്റ്റ്. റിയാക്ടന്റ് അതേപോലെ ആരാണ്, കാറ്റലിസ്റ്റ് പിന്നെ ആരാണ്, കാറ്റലിസ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് ഇവർക്കൊക്കെ എന്തായിരിക്കും, സെയിം ഫേസിലായിരിക്കും. സെയിം ഫേസ് ആണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് കാറ്റലിസ്റ്റ്. അവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഹോമോജീനിയസ് കാറ്റലിസ്റ്റ്. ഓക്കെ ആണല്ലോ, കാറ്റലിസ്റ്റ്. എന്നാല് ഇവരുടെയൊക്കെ ഫേസ് എന്താണ്, ഡിഫറെന്റ് ആണെങ്കിൽ ആരുടെയൊക്കെയാണ്, റിയാക്ടന്റ് അതേപോലെ തന്നെ റിയാക്ടന്റ്, കാറ്റലിസ്റ്റ് അതേപോലെ തന്നെ പ്രോഡക്റ്റ്, ഇവരുടെയൊക്കെ ഫേസ് ഡിഫറെന്റ് ആണെങ്കിൽ എന്താ, ഡിഫറെന്റ് ഫേസ് ആണെങ്കിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെറ്ററോജീനിയസ് കാറ്റലിസ്റ്റ്. ഓക്കെ ആണല്ലോ, ഹെറ്ററോജീനിയസ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് നോക്കിക്കേ, ഇവിടെ സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്, ഓക്സിജൻ ഗ്യാസ് ആണ്, ഉണ്ടായിരുന്ന പ്രോഡക്റ്റും ഗ്യാസ് ആണ്. പക്ഷെ നമ്മുടെ കാറ്റലിസ്റ്റ് ആയിട്ടുള്ള ആളാരാണ്, ഗ്യാസ് ആണ്. അപ്പൊ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ്. എന്നാൽ എന്താണ്, ഇവരെല്ലാം ഗ്യാസ് ആയിട്ട് ഇവിടെ ഒരാൾ എന്താ ലിക്വിഡ് സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് കാറ്റലിസ്റ്റ് എന്ന്, സോറി ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ് എന്ന്. അപ്പം സെയിം ഫേസ് ആണെങ്കിൽ ഹോമോജീനിയസ് കാറ്റലിസ്റ്റ്, ഡിഫറെന്റ് ഫേസ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താ, ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ് എന്നാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് സർഫസ് കാറ്റലിസ്റ്റ് എന്താണെന്ന് വിളിക്കുകയാണ്. ഇൻ ദിസ് ബോത്ത് റിയാക്ടന്റ് ആൻഡ് കാറ്റലിസ്റ്റ് ഹാവ് ഡിഫറെന്റ് ഫിസിക്കൽ സ്റ്റേറ്റ് ഓർ ഫേസ്. അതിന് നമ്മൾ സർഫസ് കാറ്റലിസ്റ്റ് എന്നും ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ് എന്നും വിളിക്കുന്നുണ്ട്. സർഫസ് കാറ്റലിസ്റ്റ് എന്നും ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ് എന്നും വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. സർഫസ് കാറ്റലിസ്റ്റ് എന്നും ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ് എന്നും വിളിക്കുന്നു. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാറ്റിനം ആണ്. അതെന്താണ് ഡിഫറെന്റ്, ഇവിടെ എല്ലാം ഗ്യാസ് ആണെങ്കിൽ ഇവിടെ എന്ത് സ്റ്റൈലായിരിക്കും, സോളിഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് കാറ്റലിസ്റ്റിന്റെ കാര്യം പറയാണ്. കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇൻ മാസ് ഓർ കെമിക്കൽ കോമ്പോസിഷൻ അറ്റ് ദ എൻഡ് ഓഫ് റിയാക്ഷൻ. കാറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, ഒരു കെമിക്കൽ റിയാക്ഷന്റെ മാസോ കെമിക്കൽ പ്രൊപ്പോർഷനെ എന്ത് ചെയ്യുന്നില്ല, മാറ്റം വരുത്തുന്നില്ല. അത് ഇറ്റ് ഇസ് ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ. ഇറ്റ് മീൻ കാറ്റലിസ്റ്റ് ക്യാൻ കാറ്റലൈസ് എ ഗിവൺ റിയാക്ഷൻ ബട്ട് ക്യാൻ ബി ഇൻഎഫക്റ്റീവ് ടു അതേഴ്സ്. അതായത് കാറ്റലിസ്റ്റ് എന്താ, ഒരു റിയാക്ഷനിൽ നമ്മൾ കാറ്റലിസ്റ്റിനെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് ആ കാറ്റലിസ്റ്റ് എവിടെയാണോ ഇത് ചെയ്യേണ്ടത്, ഇപ്പൊ കൺവേർഷൻ ആയിരിക്കും. നമ്മളൊരു റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ വനേഡിയം പെന്റോക്സൈഡ് ഉപയോഗിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അത് എവിടെയെങ്കിലും ഒരു കൺവേർഷന് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ആ കാറ്റലിസ്റ്റിനെ ഉപയോഗിക്കുന്നത്.
അവിടെ മാത്രം ആ സ്പെസിഫിക് റിയാക്ഷനിൽ മാത്രം എന്ത് ചെയ്യുന്നു, കാറ്റലിസ്റ്റ് അഫക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഈ കാറ്റലിസ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ്, കാറ്റലിസ്റ്റിന്റെ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെസിഫിസിറ്റി ഓഫ് കാറ്റലിസ്റ്റ്. എന്താ വിളിക്കുന്നത്? സ്പെസിഫിസിറ്റി ഓഫ് കാറ്റലിസ്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാറ്റലിസ്റ്റിനെ പറ്റിയിട്ടാണ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ആണ്, എന്ത് ചെയ്യുന്നു, ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യാണ്. പക്ഷെ അവിടെ എന്ത് സംഭവിക്കുന്നത്, ഒരു കെമിക്കൽ ചേഞ്ചസും ഉണ്ടാക്കുന്നില്ല. കാറ്റലിസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഹോമോജീനിയസ് കാറ്റലിസ്റ്റ് എന്നും സർഫസ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ്. ഹോമോജീനിയസ് കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ കാറ്റലിസ്റ്റിനും റിയാക്ടന്റിനും പ്രോഡക്റ്റിനും എന്തായിരിക്കും, ഒരേ ഫേസ് ആയിരിക്കും. എല്ലാവരും ഗ്യാസ് ആണെങ്കിൽ കാറ്റലിസ്റ്റും ഗ്യാസ് ആയിരിക്കും. സർഫസ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫേസ് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഈ പ്രോപ്പർട്ടീസ് ഓഫ് കാറ്റലിസ്റ്റ് പറയുവാണ്, എ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇൻ മാസ്, കെമിക്കൽ കോമ്പോസിഷൻ അറ്റ് ദ എൻഡ് ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ എൻഡിൽ കാറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, മാസോ കെമിക്കൽ കോമ്പോസിഷനോ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അതുപോലെ കാറ്റലിസ്റ്റ് എന്താണ്, ഹൈലി സ്പെസിഫിക് നേച്ചർ ആണ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആ റിയാക്ഷൻ ആ കാറ്റലിസ്റ്റ് ആ ഉപയോഗിക്കേണ്ട ആ പൊസിഷനിൽ മാത്രം, അല്ലെ എന്തിനെയാണ് കാറ്റലൈസ് ചെയ്യേണ്ടത് ആ ഗിവൺ റിയാക്ഷനിൽ മാത്രമേ ചേഞ്ചസ് ഉണ്ടാക്കുന്നുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, ഓവറോൾ റിയാക്ഷനകത്ത് എന്ത് ചെയ്യുന്നില്ല, അഫക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെസിഫിസിറ്റി ഓഫ് കാറ്റലിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ കാറ്റലിസ്റ്റ് ഈസ് മോർ എഫക്റ്റീവ് അറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ വിച്ച് ഈസ് കാൾഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. അപ്പൊ കാറ്റലിസ്റ്റ് എന്താ, മോർ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. After addition of catalyst, the reaction takes place via an alternative path by changing the activation energy. Okay ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ കാറ്റലിസ്റ്റിന്റെ പ്രത്യേകതകളെ പറ്റിയിട്ടാ പറഞ്ഞ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻസൈമിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ് ആര്, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ് ആര്, എൻസൈം. ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ് ആര്, എൻസൈം. എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. അവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ all form of plant and organism secrete enzyme which are complexes of nitrogen compound. അങ്ങനെ ഉണ്ടാകുന്ന എൻസൈം കാറ്റലിസ്റ്റ് എന്തിന്റെ കോംപ്ലക്സ് ആണ്, നൈട്രജൻ കോമ്പൗണ്ടിന്റെ കോംപ്ലക്സ് ആണ്. എൻസൈം ആർ പർട്ടിക്കുലർലി ഗുഡ് കാറ്റലൈസ് ബിക്കോസ് ദ പ്രൊഡ്യൂസ് കൊളോയിഡൽ സൊല്യൂഷൻസ്. ഇനി ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്, നമ്മൾ കാറ്റലിസ്റ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻസൈമിനെ പറ്റിയിട്ട് നമ്മൾ ബയോമോളിക്യൂൾസിൽ പറഞ്ഞപ്പോൾ അവിടെ എൻസൈം കാറ്റലിസ്റ്റിനെ പറ്റിയിട്ടും ഓരോ കാറ്റലിസ്റ്റ് ഏതാണെന്നും പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റിനെ പറ്റി പറയാണ്. ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റി റെഫേഴ്സ് ടു കാറ്റലിസ്റ്റ് ഈസ് എബിലിറ്റി ടു സ്പീഡ് അപ്പ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനുള്ള കഴിവിനെ, ആ കാറ്റലിസ്റ്റിന്റെ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിന്റെ ആക്ടിവിറ്റി. എന്നാൽ സെലക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് catalyst is ability to control a reaction, produce a certain product. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്പെസിഫിസിറ്റി ഓഫ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള റിയാക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കാറ്റലിസ്റ്റ് അഫക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ കാറ്റലിസ്റ്റിന് രണ്ട് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെലക്ടിവിറ്റിയും അതേപോലെ എന്താ ആക്ടിവിറ്റിയും ആണ്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എബിലിറ്റി ടു സ്പീഡ് അപ്പ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻക്രീസിന് ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ടിവിറ്റി. ഓക്കെ ആണല്ലോ? ഇനി അടുത്തൊരു ടേമിലോട്ട് നമ്മൾ പോവാണ്, സിയോലൈറ്റ്. സിയോലൈറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൂമിനിയം സിലിക്കേറ്റ് ആണ് സിയോലൈറ്റ്. സിയോലൈറ്റിനെ നമ്മൾ ഹണി കോമ്പാട്ട് കാണാം. ഹണി കൊഞ്ച് നമ്മുടെ തേനീച്ചക്കൂടില്ലേ, തേനീച്ചക്കൂടിന്റെ കേജ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ആർക്കുള്ളത്, നമ്മുടെ സിയോലൈറ്റിനുള്ളത്. The shape and size of reactant and product molecule influence the process of catalyzed by zeolite. ഈ സിയോലൈറ്റിന്റെ സിയോലൈറ്റ് എന്ന് പറഞ്ഞ കാറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നു, റിയാക്ടന്റിന്റെ ഷേപ്പിനെ സൈസിനെ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. എന്താ വിളിക്കുന്ന, ഈ പർട്ടിക്കുലർ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. അപ്പൊ നമ്മൾ കാറ്റലിസ്റ്റ് എന്താന്ന് പറഞ്ഞു, കാറ്റലിസ്റ്റ് കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നില്ല, ഒരു കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. കാറ്റലിസ്റ്റ് നമുക്ക് രണ്ടായി തിരിക്കാം, ഹോമോജീനിയസ് കാറ്റലിസ്റ്റ് എന്നും ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ സർഫസ് കാറ്റലിസ്റ്റ്. ഹോമോജീനിയസ് കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ റിയാക്ടന്റ് പ്രോഡക്റ്റ് കാറ്റലിസ്റ്റിനും ഒരേ ഫേസ് ആയിരിക്കും. ഹെട്രോജീനിയസ് അല്ലെങ്കിൽ സർഫസ് കാറ്റലിസ്റ്റിന് എന്താണ്, റിയാക്ടന്റ് പ്രോഡക്റ്റ് അതേപോലെ തന്നെ കാറ്റലിസ്റ്റും ഡിഫറെന്റ് ഫേസ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്
എൻസൈം കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്തിന്റെ കോംപ്ലക്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ കോമ്പൗണ്ടിന്റെ കോംപ്ലക്സ് ആണ്. അത് സെക്രീറ്റ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റും ഓർഗാനിസവുമാണ്. അപ്പൊ ഈ എൻസൈംസിന് എന്തിന്റെ കഴിവുണ്ട്? കൊളോയിഡൽ സൊല്യൂഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ഒരു ടേമാണ് ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ടിവിറ്റി ഇസ് റെഫർ ടു കാറ്റലിസ്റ്റ് എബിലിറ്റി ടു സ്പീഡ് അപ്പ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ, ഒരു കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന കാറ്റലിസ്റ്റിന്റെ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ടിവിറ്റി. എന്നാൽ ആ ഒരു കാറ്റലിസ്റ്റിന് എബിലിറ്റി ടു കൺട്രോൾ എ റിയാക്ഷൻ ടു പ്രൊഡ്യൂസ് എ സർട്ടൻ പ്രോഡക്റ്റ്. ഒരു റിയാക്ഷനകത്ത് റിയാക്ട് ചെയ്തു ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഒരു സർട്ടൻ പ്രോഡക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കാറ്റലിസ്റ്റ് ആ ഒരു കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെലക്ടിവിറ്റി. സിയോലൈറ്റ് എന്താ? ഒരു കാറ്റലിസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. സിയോലൈറ്റ് കാറ്റലിസ്റ്റ് അല്ല, ഒരു അഡ്സോർപ്ഷൻ പ്രോപ്പർട്ടി സിയോലൈറ്റിനുണ്ട്. എവിടെയാണ് സിയോലൈറ്റ്, എന്തിനു വേണ്ടിയിട്ടാണ് സിയോലൈറ്റ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ എന്ത് ചെയ്യാൻ വേണ്ടി? വാട്ടർ സോഫ്റ്റ് ആക്കാൻ വേണ്ടി. സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? സിയോലൈറ്റിന് ഉപയോഗിക്കുന്നുണ്ട്. സിയോലൈറ്റ് എന്ന് പറഞ്ഞാൽ അലൂമിനിയം സിലിക്കേറ്റ് ആണ്. ദേ ഹാവ് കേജ് ലൈക്ക് സ്ട്രക്ചർ ആൻഡ് ലുക്ക് ലൈക്ക് എ ഹണികോംബ്. ഹണികോംബ് നമ്മുടെ തേനീച്ച കൂട് പോലെയാണ് അതിന്റെ സ്ട്രക്ചർ. ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ് മോളിക്യൂൾ ഇൻഫ്ലുവൻസ് ഓഫ് പ്രോസസൈസ് കാറ്റലൈസ് ദി സിയോലൈറ്റ്. അപ്പം റിയാക്ടന്റെയും പ്രോഡക്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. എന്നാ വിളിക്കുന്നത്? ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് 3 തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. 3 തരത്തിലുള്ള സൊല്യൂഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹോമോജീനിയസ് സൊല്യൂഷൻ, ഹെട്രോജീനിയസ് സൊല്യൂഷൻ. നമുക്ക് സൊല്യൂഷൻ എത്രയായി തരംതിരിക്കാൻ പറ്റും അറിയാമോ? സൊല്യൂഷനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സൊല്യൂഷനെ 2ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തെയാണ് ഹോമോജീനിയസ് സൊല്യൂഷൻ. ഹോമോജീനിയസ് സൊല്യൂഷൻ. ഓക്കെ. ഇനി രണ്ടാമത്തെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെറ്ററോജീനിയസ് സൊല്യൂഷൻ. ഹെറ്ററോജീനിയസ് സൊല്യൂഷൻ. ഓക്കെ. ഹോമോജീനിയസ് സൊല്യൂഷന് എക്സാമ്പിൾ ആണ് ട്രൂ സൊല്യൂഷൻസ് എല്ലാം ഹോമോജീനിയസ് ആയിരിക്കും. അവര് യൂണിഫോമാലിറ്റി ഉണ്ടായിരിക്കും ട്രൂ സൊല്യൂഷൻ. അത് ഹെറ്ററോജീനിയസ് സൊല്യൂഷൻ ആണ് ഏതൊക്കെ? നമ്മുടെ കൊളോയിഡും അതേപോലെ സസ്പെൻഷനും. കൊളോയിഡും അതേപോലെ എന്താ? സസ്പെൻഷനും. ഓക്കെ. ഓക്കെ. അപ്പൊ നോക്കിക്കേ, ഹെറ്ററോജീനിയസ് സൊല്യൂഷൻസ് ആണ് ഏതൊക്കെ? ഹോമോജീനിയസ്, കൊളോയിഡ്. അപ്പൊ നോക്കിക്കേ, നേച്ചർ പറയാണ്. ഒന്നാമത് നോക്കിയേ, ട്രൂ സൊല്യൂഷൻ അല്ലെങ്കിൽ യഥാർത്ഥ ലായനിക്ക് ഹോമോജീനിയസ് ആയിരിക്കും. അവർക്കൊരു യൂണിഫോമാലിറ്റി ഉണ്ടായിരിക്കും. കൊളോയിഡൽ സൊല്യൂഷനും സസ്പെൻഷനും എന്താണ്? ഹെറ്ററോജീനിയസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ സൈസ് ആണ്. ഇവരുടെ സൈസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 നാനോമീറ്റർ താഴെ ആയിരിക്കും. ആരുടെ? ലെസ് ദാൻ 10⁻⁹ നാനോമീറ്ററിൽ താഴെ ആയിരിക്കും. അല്ലെങ്കിൽ എന്താ? 1 നാനോമീറ്റർ താഴെ ആയിരിക്കും എന്ത്? ഇവരുടെ പാർട്ടിക്കിൾ സൈസ്. എന്നാൽ ആരുടെ? ആ കൊളോയിഡിന്റെ ആണെങ്കിൽ 10⁻⁹ എത്ര ആണ്? 10⁻⁻6 ആണ്. അല്ലെങ്കിൽ 1 നാനോമീറ്റർ മുതൽ 1000 നാനോമീറ്റർ വരെ. അതേപോലെ തന്നെ സസ്പെൻഷൻ ആണെങ്കിൽ എന്താ? 1000 നാനോമീറ്റർ കൂടുതലായിട്ടുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സസ്പെൻഷൻസ്. അപ്പം നമ്മള് എന്ത് ചെയ്യുക? കൊളോയിഡൽ ട്രൂ സൊല്യൂഷൻ എന്നിങ്ങനെ സൊല്യൂഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഹോമോജീനിയസ് സൊല്യൂഷൻസ് ആണ് ട്രൂ സൊല്യൂഷൻ. ഹെട്രോജീനിയസ് സൊല്യൂഷൻ ആണ് എന്ത്? കൊളോയിഡും സസ്പെൻഷനും. പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്ററിൽ കുറവാണെങ്കിൽ അത് ട്രൂ സൊല്യൂഷൻ. പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്റർ മുതൽ 1000 നാനോമീറ്റർ വരെ ആണെങ്കിൽ അതിനെ നമ്മൾ കൊളോയിഡ് എന്നും, സസ്പെൻഷൻ ആണെങ്കിൽ 1000 മുതൽ 10000 വരെയാണ്. ഇനി അടുത്തത് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്നത്, അതായത് നമ്മളൊരു ഫിൽറ്റർ പേപ്പറിൽ കൂടെ ഈ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. പാസ് ത്രൂ റെഗുലർ ഫിൽറ്റർ പേപ്പർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫിൽറ്റർ പേപ്പറിലുള്ള ട്രൂ സൊല്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സം സെമി പെർമബിൾ മെംബ്രെയിൻ വിൽ നോട്ട് പാസ് ത്രൂ ഔട്ട് റെഗുലർ ഫിൽറ്റർ പേപ്പർ വരും. ദ ഫിൽറ്റർ പേപ്പർ ക്യാൻ സെപ്പറേറ്റ് ഈസിലി. അപ്പം ഇവിടെ 2 പേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കൊളോയിഡൽ സൊല്യൂഷനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ട്രൂ സൊല്യൂഷനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ആരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം? ഫിൽറ്റർ പേപ്പർ വെച്ച് അരിച്ചു മാറ്റാൻ പറ്റും സസ്പെൻഷനെ. അപ്പൊ നമ്മള് എന്താണ് സൊല്യൂഷൻ, എന്താണ് ട്രൂ സൊല്യൂഷൻ, എന്താണ് കൊളോയിഡൽ സൊല്യൂഷൻ, എന്താണ് സസ്പെൻഷൻ എന്ന് പറയാണ്. അത് ഒന്നാമത് ട്രൂ സൊല്യൂഷൻ ഹോമോജീനിയസും സസ്പെൻഷനും അതേപോലെ തന്നെ കൊളോയിഡൽ സൊല്യൂഷൻ എന്തായിരിക്കും? ഹെട്രോജീനിയസ് ക്യാരക്ടറും ആയിരിക്കും. അവരുടെ പാർട്ടിക്കിൾ സൈസ് ട്രൂ സൊല്യൂഷൻ 1 നാനോമീറ്റർ താഴെ ആയിരിക്കും.
അതേപോലെ കൊളോയിഡിലെ ആണെങ്കിൽ എന്താ 1 നാനോമീറ്റർ 1000 നാനോ, ഈ റേഞ്ച് എല്ലാം ചോദിക്കുവേടാ മക്കളെ. അത് കഴിഞ്ഞിട്ട് സസ്പെൻഷന്റെ പ്രത്യേകത 1000 മുതൽ 10000 നാനോമീറ്റർ വരെ ആയിരിക്കും എന്ത് അതിന്റെ റേഞ്ച്. ഇനി അതിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ ട്രൂ സൊല്യൂഷനെ ആരെയും പറ്റില്ല, കൊളോയിഡിനെയും പറ്റത്തില്ല. ഇനി സെറ്റിൽഡ്, അതായത് നമ്മൾ താഴത്ത് അടിയത്തില്ലേ, നമ്മൾ ഒരു സാധനത്തെ ഇങ്ങനെ ഒരു സൊല്യൂഷൻ നമ്മൾ കലക്കി വെക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അടിയാൻ വേണ്ടിയിട്ട് വെക്കുന്നു, താഴെ എന്ത് ചെയ്ത് സെഡിമെന്റ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആരലിയില്ല, നമ്മൾ അടിയത്തില്ല, നമ്മുടെ ട്രൂ സൊല്യൂഷനും അടിയത്തില്ല, അതേപോലെ ആരും അടിയത്തില്ല, കൊളോയിഡും അടിയില്ല. അതേപോലെ ആരും അടിയും, നമ്മുടെ നമ്മുടെ സസ്പെൻഷൻസ് എന്ത് ചെയ്യും, നമ്മളിപ്പോ ഒരു ഗ്ലാസ്സിൽ എന്ത് ചെയ്യുന്നു, ഗ്ലാസ്സിൽ കുറച്ച് മണ്ണ് കലക്കി, വെള്ളവും മണ്ണൂടെ കലക്കി വെച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുന്നു. മാറ്റി വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളം മുകളിലും മണ്ണ് താഴെയും വന്ന് കിടക്കത്തില്ലേ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, പഞ്ചസാര കലക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അടിയാൻ നോക്കിക്കഴിഞ്ഞാൽ അടിയുവോ, ഇല്ല. അപ്പൊ അതേപോലെയാണ് ട്രൂ സൊല്യൂഷനും കൊളോയിഡൽ സൊല്യൂഷനും എന്ത് ചെയ്യുന്നില്ല, താഴത്ത് അടിയുന്നില്ല. എന്നാൽ എന്ത് ചെയ്യുന്നു, സസ്പെൻഷൻസ് താഴെ അടിയുന്നു. ഓക്കെ ആണല്ലോ. ഇനി വിസിബിലിറ്റിനെ പറ്റി പറയണം. പാർട്ടിക്കിൾസ് ആർ എന്താണ്, നമുക്ക് നേക്കഡ് ഐ കൊണ്ട് അവരെ കാണാൻ പറ്റുമോ, നമുക്ക് പഞ്ചസാര കലക്കി വെച്ചേക്കുന്ന ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നേക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ പാത്ത് കാണാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ, പാത്ത് എന്തല്ല കാണാൻ പറ്റത്തില്ല. അതേപോലെ അണ്ടർ ആൻ അൾട്രാസ്കോപ്പ് മൈക്രോസ്കോപ്പ് ലൈറ്റ് സ്കാറ്ററിംഗ് ബൈ പാർട്ടിക്കിൾസ് ആർ ഒബ്സർവ്ഡ്. അതായത് നമ്മുടെ ട്രൂ സൊല്യൂഷനകത്തുള്ള പാർട്ടിക്കിളിന്റെ സൈസ് എന്താ, പാർട്ടിക്കിളിന്റെ സൈസ് കുറവായതുകൊണ്ട് നമുക്ക് നേക്കഡ് ഐ കൊണ്ട് കാണാനോ അതിന്റെ പാത്ത് നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അവരുടെ പാത്ത് ഇങ്ങനെ വിസിബിൾ ആയിരിക്കും. ഇതിപ്പോ ഒരു ഗ്ലാസ് ആണ്, ഇതൊരു ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്തേക്കുവാ, ഈ ഗ്ലാസ്സിൽ ഞാൻ ആരെടുത്ത് വെച്ചേക്കുവാ, സൊല്യൂഷൻ എടുത്ത് വെച്ചേക്കുക, ഒരു സൊല്യൂഷൻ എടുത്ത് വെച്ചേക്കുവാ. സൊല്യൂഷൻ എടുത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ പാത്ത് കാണാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ. എന്നാൽ ഇവിടെ കൊളോയിഡൽ സൊല്യൂഷനകത്തും എവിടെയും കാണാൻ പറ്റും, സസ്പെൻഷനിലും നമുക്ക് ഇവിടെ പാത്ത് കാണാൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പാർട്ടിക്കിളിന്റെ സൈസ് കൂടുതലാണ്. അപ്പൊ ലൈറ്റ് അടിക്കുന്ന സമയത്ത് അവിടെ സ്കാറ്ററിങ് ഉണ്ടാകും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിക്കിളിന്റെ ആ ഒരു പാത്ത്, ആ സൊല്യൂഷന്റെ പാത്ത് കാണാൻ പറ്റും. ഡിഫ്യൂഷൻ ക്വിക്കായിട്ട് നടക്കുന്നു. ഇവിടെ രണ്ടിടത്തും ഡിഫ്യൂഷൻ എന്താ, ഇവിടെ അടുത്ത് സ്ലോ ആയിട്ട് നടക്കുന്നു, അടുത്ത് ഡിഫ്യൂഷൻ നടക്കുന്നില്ല. അത് ട്രാൻസ്പെയറന്റ് ആൻഡ് ക്ലിയർ ആണ് ആര്, ട്രൂ സൊല്യൂഷൻ. മറ്റേ ട്രാൻസ്കുലന്റ് ആണ്. അടുത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒപ്പേക്ക് ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യുന്നു, സൊല്യൂഷൻസിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ട്രൂ സൊല്യൂഷൻ, കൊളോയിഡൽ സൊല്യൂഷൻ, സസ്പെൻഷൻസ്. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ, പാർട്ടിക്കിളിന്റെ സൈസ് എങ്ങനെയാണ്, അവർ സെറ്റിൽ ഡൗൺ ആകോ, വിസിബിലിറ്റി ഉണ്ടോ, ഡിഫ്യൂഷൻ എങ്ങനെയാണ്, അവരുടെ അപ്പിയറൻസ് എങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ ഓരോ ടെമ്പറേച്ചർ റേഞ്ചും കാര്യങ്ങളും എവിടെ ചോദിക്കും, നമുക്ക് ഇവിടെ ചോദിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയം ആണ്. അപ്പൊ ഡിസ്പേർഷൻ ഫേസ് എന്താണെന്ന് വെച്ചാൽ ഡിസ്കണ്ടിന്യൂസ് ഫേസ് ആണ്, ബിഹേവ് സിമിലർലി ടു സൊല്യൂട്ട് ഇൻ സൊല്യൂഷൻ. ഡിസ്പേർഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കണ്ടിന്യൂസ് ഫേസ് ആണ്. അത് സൊല്യൂട്ടിന് നമ്മുടെ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഒരു സൊല്യൂഷനകത്ത് സൊല്യൂട്ട് പോലാണ് ആക്ട് ചെയ്യുന്നത്. ഡിസ്പേർഷൻ മീഡിയം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഫേസ് ആണ്, സിമിലർ ടു സോൾവെന്റ് ഇൻ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിലെ സോൾവെന്റ് എങ്ങനെയാണോ അങ്ങനെയാണ് ആര് ആക്ട് ചെയ്യുന്നത്, ഡിസ്പേർഷൻ മീഡിയം ആക്ട് ചെയ്യുന്നത്. നമുക്ക് 8 തരത്തിലുള്ള കൊളോയിഡൽ സിസ്റ്റം ഉണ്ട്. നമുക്ക് എന്തുണ്ട്, 8 തരത്തിലുള്ള കൊളോയിഡൽ സിസ്റ്റംസ് ഉണ്ട്. അതിനകത്ത് നോക്കിയേ, ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞ ലിക്വിഡും ഡിസ്പെർഷൻ മീഡിയം എന്ന് പറയുന്ന ആരാണ്, നമ്മുടെ ഗ്യാസും ആണ്. അപ്പൊ അതിനുള്ള എക്സാമ്പിൾ, അവിടെ കൊളോയിഡൽ സിസ്റ്റം എയറോൾ സോൾ ഓഫ് ലിക്വിഡ് അവരുടെ എക്സാമ്പിൾസ്, പിന്നെ സോളിഡ് ഗ്യാസ് അതിന്റെ എക്സാമ്പിൾസ്, ലിക്വിഡ് അതിന്റെ എക്സാമ്പിൾസ്, പിന്നെ ലിക്വിഡ് അതിന് നമ്മൾ വേറെ പേരുടെ വിളിക്കും, എമൽഷൻ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു കാര്യം കൂടെ നമ്മൾ പറയാൻ പോകും. അപ്പൊ 8 കൊളോയിഡൽ സിസ്റ്റം നമുക്കുണ്ട്. അത് ഒന്നാമത്തെയാണ് ലിക്വിഡ് ഗ്യാസ്, സോളിഡ് ഗ്യാസ്, ലിക്വിഡ്. അതിന്റെയൊക്കെ എക്സാമ്പിൾസും അതിന്റെ കൊളോയിഡൽ സിസ്റ്റത്തെയാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. അത് നോക്കിക്കുക. അഞ്ചാമത്തെയാണ് സോളിഡ് ലിക്വിഡ് സോള്, പിന്നെ ഗ്യാസ് സോൾഡ്. അതിന്റെ എല്ലാം എന്ത് പഠിക്കണം, എക്സാമ്പിൾസ്. ഈ 8 കൊളോയിഡൽ സിസ്റ്റത്തിന്റെയും എക്സാമ്പിൾസ് എന്ത് ചെയ്യണം, പഠിക്കണം.
ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം മുതൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്. നമ്മളിവിടെ പറഞ്ഞ എന്താ, അഡ്സോർഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അഡ്സോർഷൻ എന്ന് പറഞ്ഞ ഒരു സർഫസ് ഫിനോമിനൻ ആണ്. അഡ്സോർഷനകത്ത് നമ്മൾ പഠിക്കുന്ന രണ്ട് ടേംസുകളാണ് അഡ്സോർബേറ്റും അഡ്സോർബെന്റും. ആരെയാണ് അബ്സോർബ് ചെയ്യുന്നത് അയാളാണ് അഡ്സോർബേറ്റ്, ആരാണ് അബ്സോർബ് ചെയ്യുന്നത് അയാളെ നമ്മൾ അബ്സോർബെന്റ് എന്ന് വിളിക്കുന്നു. ഡീസോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് റിമൂവിങ് അഡ്സോർബ്ഡ് സബ്സ്റ്റൻസ്. നമ്മൾ അബ്സോർബ് ചെയ്ത സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. സോർപ്ഷൻ എന്ന് വെച്ചാൽ അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും അബ്സോർപ്ഷനും എന്ത് ചെയ്യുന്നു, സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നു. ഫിസിക്കലും ഉണ്ട് കെമിക്കലും ഉണ്ട്. അതേപോലെ തന്നെ ഫിസിക്കൽ അബ്സോർപ്ഷനും കെമിക്കൽ അബ്സോർപ്ഷന്റെയും പ്രത്യേകതകളും അതിന്റെ ഹീറ്റ് റേഞ്ച് അതിന്റെ ക്യാരക്ടറുമാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെലക്ടിവിറ്റി നേച്ചർ ആയിരിക്കും, സ്പോണ്ടേനിയസ് ആയിരിക്കും, അതേപോലെ എന്തായിരിക്കും, ഫാസ്റ്റ് ആൻഡ് എക്സോതെർമിക് ആയിരിക്കും. അതേപോലെ അബ്സോർപ്ഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ, effect of pressure, nature of gas and absorbent, surface area. ഓക്കെ ആണല്ലോ. ഐസോതേർം എന്ന് പറഞ്ഞാൽ എക്സ്റ്റെന്റ് ഓഫ് അബ്സോർഷനും പ്രഷറും തമ്മിൽ വരയ്ക്കുന്ന ഗ്രാഫാണ് എന്ത്, അഡ്സോർഷൻ ഐസോതേർം. അത് തന്നെ ഫ്രെഡ്ലിച്ച് അഡ്സോർഷൻ ഐസോതേർമിന്റെ ഇക്വേഷൻ ഉണ്ട്, x/m is equal to kp ആണ്. അഡ്സോർഷൻ ഐസോ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷനും കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും പ്രഷറുമായിട്ട് വരുന്ന ടേംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോബാർ. യൂസ് ഓഫ് അഡ്സോർപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലിക്ക ജെല്ലും അലൂമിനിയം നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ഹ്യൂമിഡിറ്റിനെ റിമൂവ് ചെയ്യാനും. ചാർക്കോൾ നമ്മൾ ഡീകളറൈസിങ് ഒരു സൊല്യൂഷനെ എന്ത് ചെയ്യുന്നു, ഡീകളറൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. പ്രിപ്പറേഷൻ ഓഫ് ഗ്യാസ് മാസ്ക്. പിന്നെ അതുപോലെ കോക്കനട്ട് ചാർക്കോൾ എന്തിനു ഉപയോഗിക്കുന്നു, നമ്മൾ ഇനട്ട് ഗ്യാസ് മിക്സ്ചറിൽ നിന്നും ഇനട്ട് ഗ്യാസിനെ സെപ്പറേറ്റ് ചെയ്യാൻ. സിയോലൈറ്റ് എന്ത് ചെയ്യുന്നു, വാട്ടറിനെ എന്ത് ചെയ്യാം, സോഫ്റ്റൻ ചെയ്യാൻ. അഡ്സോർഷൻ ക്രമറ്റോഗ്രാഫി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിഗ്മെന്റേഷൻ ഉണ്ട്, ബയോമോളിക്യൂൾസിലെ പിഗ്മെന്റ്സിനെ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ. പിന്നെ ഡ്രഗ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അഡ്സോർഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ചില ജേംസിനെയൊക്കെ നമ്മൾ കൊല്ലുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്സോർബ് ചെയ്തിട്ട്, അവരെ സർഫസിൽ അഡ്സോർബ് ചെയ്തിട്ടാണ് കൊല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ കാറ്റലിസ്റ്റ് ആണ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ആണ്. അത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. എന്തുണ്ടാക്കുന്നില്ല, അവിടെ കെമിക്കൽ ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. ഹോമോജീനിയസ് കാറ്റലിസ്റ്റ് നമ്മൾ പറഞ്ഞു, ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ് നമ്മൾ പറഞ്ഞു. ഹോമോജീനിയസ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് എല്ലാം ഒരേപോലെ ആയിരിക്കും. എല്ലാവരും സോൾഡ് ആണെങ്കിൽ എല്ലാവരും സോൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലിക്വിഡ് ആയിരിക്കും, ഒരേ സ്റ്റേറ്റിലായിരിക്കും. സർഫസ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ അവരുടെ എന്താണ്, അവരുടെ ഫേസ് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. കാറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കെമിക്കൽ ചേഞ്ചോ അതേപോലെ മാസ് ചേഞ്ചോ ഉണ്ടാക്കുന്നില്ല. ഹൈലി സ്പെസിഫിക് നേച്ചർ ആണ്. അങ്ങനത്തെ ആ സ്പെസിഫിക് നേച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്പെസിഫിസിറ്റി ഓഫ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നു. കാറ്റലിസ്റ്റ് റിയാക്ട് ചെയ്യുന്ന റിയാക്ട് ആവുന്ന ടെമ്പറേച്ചർ ആണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. അതേപോലെ ആഫ്റ്റർ അഡിഷൻ ഓഫ് കാറ്റലിസ്റ്റ് ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ആൾട്ടർനേറ്റീവ് പാത്ത് ബൈ ചേഞ്ചിങ് ആക്ടിവേഷൻ. ഓക്കെ, ഇനി എൻസൈം കാറ്റലിസ്റ്റിനെ പറ്റി പറയാണ്, അല്ലെങ്കിൽ എന്താ ബയോളജിക്കൽ കാറ്റലിസ്റ്റിനെ പറ്റി പറയാണ്. എൻസൈം ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്തിന്റെ കോംപ്ലക്സ് ആണ്, നൈട്രോജീനിയസ് കോമ്പൗണ്ടിന്റെ കോംപ്ലക്സ് ആണ്. നമ്മള് നമ്മുടെ ബയോമോളിക്യൂൾസിനകത്ത് കുറച്ച് എൻസൈം കാറ്റലിസ്റ്റിനെ പറ്റി, മാൾട്ടേസ് അങ്ങനത്തെ കുറെ എൻസൈം കാറ്റലിസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അത് പിന്നെ ആക്ടിവിറ്റി ആൻഡ് സെലക്ടിവിറ്റി ആണ്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കാറ്റലിസ്റ്റിന്റെ ഇതാണ് എബിലിറ്റി ആണ്. എന്തിന്റെ എബിലിറ്റി, ഒരു കെമിക്കൽ റിയാക്ഷൻ സ്പീഡപ്പ് ആക്കാനുള്ള എബിലിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ആക്ടിവിറ്റി. അതുപോലെ സെലക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു സർട്ടൻ പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, അങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെ ഉണ്ടാക്കാനുള്ള കാറ്റലിസ്റ്റിന്റെ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെലക്ടിവിറ്റി. സിയോലൈറ്റ് എന്ന് പറഞ്ഞാൽ അലൂമിനിയം സിലിക്കേറ്റ് ആണ്. അതിന് എന്താ, ഹണി കോമ്പിന്റെ സ്ട്രക്ചർ ആണ്. അതേപോലെ ഇവർക്ക് ഈ റിയാക്ടന്റെയും പ്രോഡക്റ്റിനും എന്താണ്, ഇതിന്റെ ഷേപ്പിനെ എന്ത് ചെയ്യുന്നു, ഷേപ്പിനെ സൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് എന്നറിയപ്പെടുന്നു. പിന്നെ അത് കഴിഞ്ഞ് 3 ടേംസ് ആണ് സൊല്യൂഷനെ പറ്റിയിട്ട് പറയുന്നത്. കൊളോയിഡൽ സൊല്യൂഷൻ ഉണ്ട്, ട്രൂ സൊല്യൂഷൻസ് ഉണ്ട്, സസ്പെൻഷൻസ് ഉണ്ട്. അവരുടെ പാർട്ടിക്കിൾ സൈസ്, അവരെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവരെ സെറ്റിൽഡ് ആയി കിടക്കുന്നുണ്ടോ താഴെ, വിസിബിലിറ്റി എങ്ങനെയാണ്, ഡിഫ്യൂഷൻ എങ്ങനെയാണ്, അവരുടെ അപ്പിയറൻസ് എങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ പുതിയ 2 ടേമാണ് ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയവും. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കൊളോയിഡൽ സിസ്റ്റം നമ്മൾ 8 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗ്യാസ്, ലിക്വിഡ് ഗ്യാസ്, ലിക്വിഡ് എന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 8 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അവിടുത്തെ കൊളോയിഡൽ സിസ്റ്റം ഏതാണെന്നും അവരുടെ യൂസസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നു. പിന്നെ ലൈക്കോഫിലിക് കൊളോയിഡ്സ് എന്ന് വെച്ചാൽ ലിക്വിഡ് ലവിംഗ് കൊളോയിഡ്സ് ആണ് ലൈക്കോഫിലിക് കൊളോയിഡ്സ്.
Lycophobic colloids, there are no affinity between particle in dispersed phase and dispersed medium. ഈ നോ അഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലവിങ് എന്നാണ്. അവരോട് എന്താ ഒരു ലവിങ് ഉണ്ടെന്നാണ്. അപ്പൊ അത് എവിടെ ഇല്ല, ലൈക്കോഫോബിക് കൊളോയിഡ്സിന് എന്തില്ല, നോ അഫിനിറ്റി ആണ്. ബിറ്റ്വീൻ എവിടെയാണ്, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയവും തമ്മിൽ എന്തില്ല, അഫിനിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. ലൈക്കോഫോബിക് എന്ന് പറഞ്ഞാൽ, ലൈക്കോഫിലിക് എന്ന് പറഞ്ഞാൽ എന്താ, ലിക്വിഡ് ലൈവിങ് ആയിട്ടുള്ള കൊളോയിഡ്സ് ആണ്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്താണ്, വിസ്കോസിറ്റിനെ പറ്റിയിട്ട് പറയാണ്. വിസ്കോസിറ്റിയും ലൈക്കോഫിലിക്കും അല്ലെ ലൈക്കോഫോബിക് സോൾസിനെ പറ്റി പറയാം. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെസിസ്റ്റൻസ് ഓഫ് ഫ്ലോ ആണ്, നമുക്കറിയാലോ. അപ്പൊ അത് ലൈക്കോഫിലിക് കൊളോയിഡ്സിന് എന്താ, ഇറ്റ്സ് മച്ച് ഹയർ ദാൻ ദ മീഡിയം, അതേപോലെ ഐഡന്റിക്കൽ ടു ദാറ്റ് മീഡിയം. അപ്പൊ ഓരോന്നിന്റെ റിവേഴ്സിബിലിറ്റി എങ്ങനെയാണ്, റിവേഴ്സിബിൾ ആണ്. ലൈക്കോഫിലിക് എന്താണ്, റിവേഴ്സിബിൾ ആണ്. അതേപോലെ തന്നെ ലൈക്കോഫോബിക് എന്താ, ഇറിവേഴ്സിബിൾ ആണ്. സ്റ്റെബിലിറ്റി പറഞ്ഞേക്കാണ്, എന്താണ്, ലൈക്കോഫിലിക് അല്ലെങ്കിൽ സസ്പെൻഷൻസ് എന്താണ്, അത് സ്റ്റേബിൾ ആണ്. അതേപോലെ ലൈക്കോഫോബിക് എന്താണ്, ലെസ് സ്റ്റേബിൾ ആണ്. ഇനി വിസിബിലിറ്റി പറയാ, ഈവൻ അണ്ടർ ആൻ അൾട്രാ മൈക്രോസ്കോപ്പ് പാർട്ടിക്കിൾസ് ആർ അൺഡിറ്റക്റ്റബിൾ. ഇവിടെ എന്താ ചോദിച്ചാൽ, അണ്ടർ ആൻ അൾട്രാ മൈക്രോസ്കോപ്പ് പാർട്ടിക്കിൾ ക്യാൻ ബി സീൻ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിക്കിളിനെ കാണാൻ പറ്റും. അപ്പം ലൈക്കോഫിലിക് എന്താണെന്നും ലൈക്കോഫോബിക് എന്താണോ നമ്മൾ പറഞ്ഞത്. നമുക്ക് 8 കൊളോയിഡൽ സിസ്റ്റംസ് ഉണ്ട്. അത് ഏതാണ്, അവരുടെ എക്സാമ്പിൾസ് എന്താണ്, ഏതൊക്കെയാണ് കൊളോയിഡൽ സിസ്റ്റം, അതിന്റെ ഡിസ്പേർഷൻ മീഡിയം ഏതാണ്, ഡിസ്പേർഷൻ ഫേസ് ഏതാണ് പഠിക്കണം. എയറോസോൾ ഓഫ് ലിക്വിഡിനകത്തുള്ള ഡിസ്പേർഷൻ ഫേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിക്വിഡ് ആയിരിക്കും. ഡിസ്പേർഷൻ മീഡിയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ആയിരിക്കും. എയറോസോൾ ഓഫ് സോളിഡിനകത്തുള്ള കൊളോയിഡൽ സിസ്റ്റത്തിനകത്തുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പേർഷൻ മീഡിയം ഏതാണെന്ന് ചോദിച്ചാൽ ഗ്യാസും ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് സ്മോക്കും ഡസ്റ്റും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നമ്മൾ പറഞ്ഞ ലൈക്കോഫിലിക്കും ലൈക്കോഫോബിക്കുമാണ്. ലൈക്കോഫിലിക് എന്ന് വെച്ചാൽ ലിക്വിഡ് ലവിങ് കൊളോയിഡ് ആണ്. ലൈക്കോഫോബിക് എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ഡിസ്പോസ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ എന്തുണ്ടാകത്തില്ല, ഒരു അഫിനിറ്റി ഉണ്ടാകത്തില്ല. കുറച്ച് പ്രോപ്പർട്ടീസുകളും ലൈക്കോഫിലിക്കും ലൈക്കോഫോബിക് ആയിട്ടുള്ള കൊളോയിഡ്സിന്റെ ആ പ്രോപ്പർട്ടീസ് ഒക്കെ എങ്ങനെയാണ് ഡിഫറെന്റ് വ്യത്യസ്തമായിപ്പെട്ടേക്കുന്നതെന്ന് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കൂടുതലായിരിക്കും, നമ്മുടെ ലൈക്കോഫിലിക്കിനും മറ്റൊരുത്ത് ഐഡന്റിക്കൽ ആയിരിക്കും. റിവേഴ്സിബിൾ ആയിരിക്കും ലൈക്കോഫിലിക്ക്, ഇറിവേഴ്സിബിൾ ആയിരിക്കും ലൈക്കോഫോബിക്ക്. മോർ സ്റ്റേബിളും ലെസ് സ്റ്റേബിളും ആണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൈക്രോസ്കോപ്പിക് കൊണ്ട് പോലും നമുക്ക് അവിടുത്തെ പാർട്ടിക്കിളിനെ, ലൈക്കോഫിലിക്കിലെ പാർട്ടിക്കിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡ് ആണ്. ആലം നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ആലം ഉപയോഗിക്കുന്നുണ്ട്. ഇനി സ്മോക്ക് പ്രസിപ്പിറ്റേഷൻ, കൊളോയിഡൽ മെഡിസിൻസിനും ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലും നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു, കൊളോയിഡ്സിനെ ഉപയോഗിക്കുന്നു. അപ്പൊ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ടർ പ്യൂരിഫിക്കേഷനും സ്മോക്ക് പ്രസിപ്പിറ്റേഷനും കൊളോയിഡൽ മെഡിസിനും ഫോട്ടോഗ്രാഫിക് പ്ലേറ്റും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ആലം ഉപയോഗിക്കുന്നുണ്ട്. അല്ല കൊളോയിഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമൽഷൻ ആണ്. എമൽഷൻ എന്ന് വെച്ചാൽ കൊളോയിഡ് സൊല്യൂഷൻ ഇൻ വിച്ച് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് മീഡിയംസ് ആർ ലിക്വിഡ്. നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ ഈ കോളത്തിൽ പറഞ്ഞില്ലേ, നമുക്ക് 8 കൊളോയിഡൽ സിസ്റ്റം ഉണ്ടെന്ന. ആ 8 കൊളോയിഡൽ സിസ്റ്റത്തിൽ ഡിസ്പേഴ്സ്ഡ് ഫേസും അതേപോലെ തന്നെ ഡിസ്പേർഷൻ മീഡിയം ആര് തന്നെയാണ്, ലിക്വിഡ് ആണ്. അവിടുത്തെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഡിസിൻസും എമൽസിഫൈഡ് ഓയിൽസും മിൽക്കും ഒക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്, എമൽഷന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, ടൈപ്പ് ഓഫ് എമൽഷൻ നമ്മൾ പറയാണ്. ഓയിൽ വാട്ടർ എമൽഷൻ ഉണ്ട്. ഓയിൽ വാട്ടർ എമൽഷൻ അത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓയിലും, ഡിസ്പേർഷൻ മീഡിയം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടറും ആയിരിക്കും. രണ്ടാമത്തെയാണ് വാട്ടർ ഇൻ ഓയിൽ. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരാളെ പഠിച്ചു വെച്ചാൽ മതി, അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ആര്, അടുത്തൊരാള്. വാട്ടർ ഡിസ്പേഴ്സ്ഡ് ഫേസും ഉണ്ട്, ഡിസ്പേഴ്സ്ഡ് മീഡിയം ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ആപ്ലിക്കേഷൻ ഓഫ് എമൽഷനെ പറ്റിയിട്ട് നമ്മൾ പറയാണ്. ആപ്ലിക്കേഷൻ ഓഫ് എമൽഷൻ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട്, മെറ്റലർജിയിൽ ഉപയോഗിക്കുന്നുണ്ട്. മെറ്റലർജി എന്ന് പറഞ്ഞാൽ എന്താ, സെപ്പറേഷൻ ഓഫ് എന്താ, മെറ്റൽസ് ആണ്. എവിടെ നിന്ന്, ഓറിൽ നിന്ന് നമ്മൾ ആര് സെപ്പറേറ്റ് ചെയ്യുന്നു, മെറ്റലിനെ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന മെത്തേഡ്. മെറ്റൽ പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ആണ് എന്ത്, മെറ്റലർജി. ഓക്കെ ആണല്ലോ. അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, എമൽഷന്റെ ആപ്ലിക്കേഷൻ ആണ്. പിന്നെ മെഡിസിൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എമൽഷൻ യൂസ് ചെയ്യുന്നുണ്ട്. സോപ്പ് ക്ലീനിങ് ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു, എമൽഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 8 കൊളോയിഡൽ സിസ്റ്റംസ് ഉണ്ട്. എന്തിനെ, ഡിസ്പേർഷൻ ഫേസിനെയും ഡിസ്പേർഷൻ മീഡിയത്തിനെയും ബേസ് ചെയ്തിട്ട് 8 കൊളോയിഡൽ ഫേസിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ആര്, എമൽഷൻ. എമൽഷനിലെ ഡിസ്പേഴ്സ്ഡ് ഫേസ്
ഫേസും ഡിസ്പേർഷൻ മീഡിയം എന്താണ്? ലിക്വിഡ് ആണ്. എമൽഷൻ എത്ര തരത്തിലുണ്ട്? ഓയിൽ വാട്ടർ എമൽഷനും ഉണ്ട്, വാട്ടർ ഇൻ ഓയിൽ എമൽഷനും ഉണ്ട്. ഓയിൽ വാട്ടർ എമൽഷന്റെ പ്രത്യേകത ഓയിൽ ആണ് അവിടുത്തെ ഡിസ്പേഴ്സ്ഡ് ഫേസ്, വാട്ടർ എന്താ? ഡിസ്പേഴ്സ്ഡ് മീഡിയം ആണ്. വാട്ടർ ഇൻ ഓയിൽ ആണെങ്കിൽ എന്താ? വാട്ടർ ഡിസ്പേഴ്സ്ഡ് ഫേസും ഓയിൽ എന്താ? ഡിസ്പേഴ്സ്ഡ് മീഡിയം ആണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റലർജി, മെഡിസിനും സോപ്പ് ക്ലീനിങ്ങും ഫംഗ്ഷൻസിന് വേണ്ടി നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു? എമൽഷനെ ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പഠിക്കാൻ. ആ കോളത്തിൽ തന്നെ ടേബിളിൽ തന്നേക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? പഠിക്കണം. റേഞ്ച് പഠിക്കണം. അവിടുത്തെ നമ്മുടെ എന്താ ഒരു ലൈറ്റ് അടിക്കുന്ന സമയത്ത് സ്കാറ്ററിംഗ് നടക്കുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കണം. എമൽഷൻ എക്സാമ്പിൾസ് 8 കൊളോയിഡൽ സിസ്റ്റംസ് ഏതൊക്കെയാണ്, അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളും നോക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ എന്ത് ചെയ്തേക്കുവാ? വൈൻഡപ്പ് ചെയ്തേക്കുവാണേ. താങ്ക് യു.